തൻ്റെ പ്രിയപ്പെട്ട മകൻ പറങ്കികളോടെതിരിട്ട് വീരമൃത്യു വരിച്ച വിവരം ആ ഉമ്മയോട് ആരോ വന്നറിയിച്ചു. പരിസരവാസികളുടെയൊക്കെ അടക്കിപ്പിടിച്ച സംസാരങ്ങളിൽ നിന്ന് സംഭവിച്ചതെല്ലാം ഒന്നൊഴിയാതെ ആ ഉമ്മയുടെ കാതിലുമെത്തി. വിവാഹത്തിൻ്റെ 1-ാം നാളിൽ തന്നെ 7 തുണ്ടമാക്കപ്പെട്ട നിലയിൽ കടലിൽ വലിച്ചെറിയപ്പെട്ട തൻ്റെ മകൻ്റെ ദുരവസ്ഥയോർത്ത് ആ ഉമ്മ ഒരുപാട് കരഞ്ഞു. കരഞ്ഞു തളർന്ന് അവരുടെ സ്വബോധം നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് ബോധം തെളിഞ്ഞെങ്കിലും ആ മാതൃഹൃദയത്തിൻ്റെ താളം തെറ്റുകയായിരുന്നു. അന്നപാനങ്ങളും പ്രാഥമിക കൃത്യങ്ങളുമെല്ലാം ക്രമം തെറ്റിത്തുടങ്ങി. ഹൃദയം തകർന്ന ആ മാതാവ് കണ്ണുനീരോടെ വേദനയോടെ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി. അങ്ങനെയിരിക്കെ ഒരു നാളിൽ മയങ്ങിക്കിടക്കുന്ന ഉമ്മയുടെ മുമ്പിൽ കുഞ്ഞിമരക്കാർ പ്രത്യക്ഷനായി. സന്തോഷം സ്ഫുരിക്കുന്ന വാക്കുകളുമായി ഉമ്മയെ സ്വപ്നത്തിൽ വന്ന് കാണുകയാണ് കുഞ്ഞിമരക്കാർ. പ്രിയപ്പെട്ട പൊന്നുമ്മ, നിങ്ങൾ എന്തിനാണിങ്ങനെ വിഷമിക്കുന്നത്? ഞാൻ കൊതിച്ചതുപോലെ തന്നെയുള്ള ഷഹാദത്ത് കൊണ്ട് അനുഗ്രഹീതനായിരിക്കുകയാണ്. ശത്രുക്കൾ എൻ്റെ ശരീരം 7 തുണ്ടമാക്കി കടലിലെറിഞ്ഞെങ്കിലും അതിലൊരു ഭാഗം ഈ കടൽ തീരത്തു തന്നെയുണ്ട്. യോഗ്യരായവരെ വിളിച്ചു വരുത്തി നിങ്ങൾ ആ ശരീരഭാഗം മറവ് ചെയ്യണം. ഞെട്ടിയുണർന്ന ഉമ്മ പുലർച്ചെ തന്നെ ഈ വിവരം ആളുകൾക്ക് കൈമാറി. വിവരം കേട്ട മാത്രയിൽ ആളുകൾ കടൽക്കരയിൽ ഒത്തുകൂടി. ഒരു വലിയ ജനസഞ്ചയം തന്നെ ആ കടൽ തീരത്ത് ഒത്തുകൂടിയിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, നടുക്കടലിൽ നിന്നും കുഞ്ഞിമരക്കാരൻ്റെ ശരീരഭാഗം ആളുകൾ നിൽക്കുന്നിടത്തേക്ക് നീന്തി തുടിച്ചു വന്നു. ആശ്ചര്യചകിതരായ ആളുകൾ ആ ശരീരഭാഗം ആദരവോടുകൂടി കരയിലേക്കെടുക്കുകയും തൗഹീദിൻ്റെ മന്ത്രധ്വനികളുടെ അകമ്പടിയോടെ ആ ശരീരഭാഗം മാനാത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് മറവ് ചെയ്യുകയും ചെയ്തു. ഈ സംഭവം ഇങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ആരോ ചെന്നിട്ട് അവരെ ഉമ്മാനോട് അറിയിച്ചത് കേട്ട് ഹൈറാനപ്പെട്ടവർ മാറത്തടിത്തും മറയായി ബോധം കെട്ട് മണ്ണിൽ അവർ വീണ് പിറകെ ഓർമ്മ വന്നവർ പാരം മൂഷിപ്പോടെ തീനും കൂടി വിട്ട് മകനെ നീനത്ത് ഈ ഹാലിൽ നടന്നവർ ഒട്ടും അടങ്ങാതെ വ്യസനിച്ച് ഒരു നാളിൽ ഉറക്കിൽ കീനാവായി മകൻ വന്ന് ചൊന്നവർ കട്ടിപ്പൻ തായാരെ കമലം മോഷിക്കാതെ കൽബിൽ സന്തോഷം പരത്തിൻ എന്നുത്തോവർ തിട്ടം ഏനൈ തുണ്ടം ഉണ്ട് ഇന്നതിയിലെ തിരഞ്ഞെടുത്ത് മാറക്കിൻ അതെന്നോവർ ഞെട്ടി ഉണർന്ന് കരഞ്ഞ് ഇരുന്നിട്ടേ നേരം പുലർന്ന് ചിലരിൽ പറഞ്ഞോവർ പറഞ്ഞേ കീനാവിൻ്റെ വാർത്തകൾ കേട്ടിട്ട് മനുഷ്യർ കരെ കൂടി പുഴകൊള്ളെ വന്നോവർ ശരിയായിട്ടക്കര കണ്ടതോലി കീറി ജനങ്ങൾ നിൽക്കും നേരെ ഓടിയടുത്തോവർ കരകൊള്ളെ വന്നதை കണ്ട് അജബായിട്ട് ഹല്ലാക്കൂടെയോനെ ഏറ്റം സ്തുതിച്ചോ പിറകെ ഷഹാദത്തും ചൊല്ലിയെടുത്തിട്ട് ബീരീത തുണ്ടം മാനാത്ത് മാറിത്തോവർ അല്ലാവേ നിന്റെ റിള അവർക്കെന്നെന്നും അവരാലെ എൻ്റെ മുറാദുകൾ വീട്ടല്ലാ. സഫീനത്തുൽ ഇസ്ലാമിൻ്റെ അടുത്ത ഭാഗവുമായി ഉടനെ വരാം.